മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസിയുടെ മരണത്തിൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. മൗസിയുടെ മൊബൈൽ ഫോൺ മരിക്കുന്നതിന്റെ തലേ ദിവസം ആൺ സുഹൃത്ത് എടുത്തുകൊണ്ട് പോയതായി സുഹൃത്തുക്കൾ മൊഴി നൽകി. ഒളിവിലുള്ള ആൺ സുഹൃത്തിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, യഥാർത്ഥത്തിൽ ഈ വെഞ്ഞാറമൂട് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ വേണ്ടത്ര ശ്രദ്ധ കുറഞ്ഞു പോകുന്ന ഒരു വിഷയം കൂടിയായി അത് മാറുകയാണ് ഈ കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണം. ഇത് സംബന്ധിച്ച് സാഹചര്യം എന്താണ്? ഇപ്പോൾ എന്താണ് പോലീസ് സംശയിക്കുന്ന കാര്യങ്ങൾ? ഇത് സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ദുരൂഹമായി നിൽക്കുന്നത് മരണത്തിന് ശേഷം മൗസിയുടെ ഫോൺ കാണാതായി എന്നതാണ്. പോലീസ് മുറിയിൽ വിശദമായ പരിശോധന നടത്തിയെങ്കിലും ഒരു കടലാസ് കഷ്ണത്തിൽ 3 ഫോൺ നമ്പറുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അച്ഛന്റെയും അമ്മയുടെയും അമ്മാവന്റെയും നമ്പറുകളാണ്. മറ്റു ഒരു വസ്തുക്കളും, പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോൺ പോലെയുള്ള സ്വകാര്യമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അവിടെ ഉണ്ടായില്ല. ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ്. പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കൂടെ താമസിക്കുന്ന പെൺകുട്ടികൾ നൽകിയ മൊഴി അനുസരിച്ച് കോവൂർ സ്വദേശിയായ ഒരു യുവാവുമായി ഈ കുട്ടിക്ക് സൗഹൃദമുണ്ടായിരുന്നു. ഈ യുവാവ് തലേദിവസം അവിടെ എത്തുകയും ഫോൺ എടുത്തുകൊണ്ടുപോയി എന്ന് പറയുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ മരണം നടന്ന അന്ന് രാവിലെ ആ കുട്ടി കോളേജിലെ കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. തുടർന്ന് 12 കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ പിന്നീട് സുഹൃത്തുക്കൾ അന്വേഷിച്ചിട്ട് കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് വീട്ടിലെത്തി കതകിൽ മുട്ടിയത്. അപ്പോൾ കതക് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് കതക് തുറന്ന് അകത്ത് പ്രവേശിച്ചപ്പോൾ കതക് തകർത്ത് അകത്ത് ഇപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും പോലീസ് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലടക്കം ശരീരത്തിൽ ബലപ്രയോഗത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായി എന്ന തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. പക്ഷേ മുറി അകത്തു നിന്നും പൂട്ടിയ ഒരു സാഹചര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് ആത്മഹത്യ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ ആത്മഹത്യയിലേക്ക് ഈ കുട്ടിയെ നയിച്ചത് എന്ന അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. വളരെ ബോൾഡായ ഒരു കുട്ടിയായിരുന്നു. വളരെ സൗഹൃദപൂർവ്വം ആളുകളോട് ഇടപെട്ടിരുന്ന കുട്ടിയുമായിരുന്നു. എന്നാൽ കുറച്ച് നാളുകളായി തന്നെ സൗഹൃദ വലയത്തിൽ നിന്നൊക്കെ അകന്നു മാറി ഈ കുട്ടി നിൽക്കുന്നു എന്ന വിവരങ്ങളുണ്ട്. അത് ഈ കോവൂർ സ്വദേശിയായ യുവാവുമായുള്ള സൗഹൃദം ആരംഭിച്ച കഴിഞ്ഞതിനു ശേഷമായിരിക്കാം. ഒപ്പം ഈ യുവാവ് വിവാഹിതനും കുട്ടികളും ഈ യുവാവിന് ഉണ്ട് എന്നും അടുത്തിടെയാണ് ഈ പെൺകുട്ടി മൗസ മനസ്സിലാക്കുകയും ചെയ്തത്. ഒരുപക്ഷെ അതേ തുടർന്നുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ആവാം ഇത്തരം ഒരു മരണം തെരഞ്ഞെടുക്കാൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ചെന്ന വിലയിരുത്തലാണ് പോലീസിനുള്ളത്. ഈ മരണം നടന്ന അന്നു മുതൽ യുവാവിന് വേണ്ടിയുള്ള ഈ കോവൂർ സ്വദേശിക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാളുടെ വീട്ടിലും മറ്റ് ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ അന്വേഷണത്തിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഈ മൗസയുടെ ഫോണും ഇയാളുടെ പക്കൽ തന്നെയുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഊർജിതമായ തെരച്ചിൽ തുടരുകയാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്താൽ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള ചുമത്തലിനെ കുറിച്ചുള്ള ആലോചനകളും പോലീസിനുണ്ട്. സജിത്ത്, അനീഷ്, ഒരു കാര്യം കൂടി, ഈ സഹപാഠികൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ ഇക്കാര്യത്തിൽ? കാരണം ഈ കുട്ടിയുടെ ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്ന സൂചനകളുള്ള പശ്ചാത്തലത്തിൽ സഹപാഠികൾ എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? പോലീസ് അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടോ? സഹപാഠികൾ കാര്യമായൊരു വിവരം ഇതിനെ കുറിച്ചില്ല. കാരണം ഈ കൂടെ താമസിക്കുന്നവർ പോലും 2 കുട്ടികളുമായാണ് അടുത്ത ബന്ധം പുലർത്തിയിരുന്നത്. മറ്റുള്ളവരുമായി ഒരു ചെറിയ അകലം ഈ കുട്ടി സൂക്ഷിച്ചിരുന്നു. ഒപ്പം ഈ മുറിയിലെത്തിയാൽ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പാണ് ഈ താമസ സ്ഥലത്തേക്ക് എത്തിയത്. പക്ഷെ അതിനുശേഷം വീട്ടിലെത്തിയാൽ അപ്പോൾ തന്നെ ഈ മുറി അടച്ചിട്ടിരിക്കുന്ന ഒരു പ്രകൃതമായി ഈ കുട്ടി മാറിയിരുന്നു. അധികം ആരോടും സംസാരിക്കാത്ത രീതിയിലേക്ക് മാറി. പക്ഷെ ആദ്യം ഈ കോളേജിൽ എത്തിയപ്പോൾ ഈ കുട്ടി അങ്ങനെ ആയിരുന്നില്ല പെരുമാറിയിരുന്നത്. ഈ കോളേജിന് തന്നെ സമീപത്തുള്ള ഒരു ഇലക്ട്രിക് ഷോപ്പിൽ പാർട്ട് ടൈമായി ജോലി നോക്കുന്ന അടക്കമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് ആളുകളോട് നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു പ്രകൃതമായിരുന്നു. പക്ഷെ കഴിഞ്ഞ നവംബർ മുതലാണ് ഈ കുട്ടി ഒരു ഉൾവലിഞ്ഞ് തുടങ്ങുകയും കൂടുതൽ സ്വകാര്യതയിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അത് ഈ കോവൂർ സ്വദേശിയായുള്ള യുവാവുമായ സൗഹൃദത്തിന് ശേഷമാവാം ഇത്തരം ഒരു ഉൾവലിഞ്ഞുള്ള പെരുമാറ്റത്തിലേക്ക് ഈ കുട്ടി മാറിയതെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും സാമ്പത്തികമായി മെച്ചപ്പെട്ട രീതിയിലൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണ് എന്നാണ് സഹപാഠികൾ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഈ കോളേജിലെ വിദ്യാർത്ഥികളുടെ അടക്കം ആവശ്യം. എന്തായാലും കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്. ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുമ്പോഴും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം. അതാണ് സഹപാഠികളും അധ്യാപകരും അടക്കം ആവശ്യപ്പെടുന്നത്.